ആണ് വീട്ടിലെ കേസിന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. സങ്കടമുണ്ടോ? എന്ന് സ്ത്രീകൾക്കൊപ്പം നിന്ന നേതാവ് അതാണ് സനീഷേ. അത് അവരുടെ വീട്ടിലെ റോസാപ്പൂവാണ്, അവരുടെ വീട്ടിലെ റോസാപ്പൂവാണ്, അവരുടെ നെഞ്ചിലെ റോസാപ്പൂവാണ്. ആ മുദ്രാവാക്യത്തിന് രാഷ്ട്രീയ പ്രവർത്തകനോട് ഇതിലപ്പുറം എങ്ങനെ ഒരു സ്നേഹാതിരേകം കാണിക്കാൻ പറ്റും? അതാണത് നമ്മൾ ഈ റോസാപ്പൂവ് എന്നത് വളരെ ലൈവായിട്ടുള്ള ഒരു സ്നേഹം, മനുഷ്യരോട് സ്നേഹമുള്ള ആൾക്കാണ് റോസാപ്പൂവ്. അത് 102 വയസ്സ് വരെ ജീവിച്ച ഒരു രാഷ്ട്രീയ നേതാവിന് അത് കിട്ടുന്നു. അതാണ് ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവ് എന്ന് പറയുമ്പോഴാണ് അവിടേക്ക് വരാൻ പറ്റില്ല. ഒരു റോസാപ്പൂവാണ്. അതായത് BS-ന്റെ മുമ്പ് മുതലേ വലിയ ആരാധന ആളാ. അപ്പൊ നല്ല ഒരു നേതാവ്. എന്താ അദ്ദേഹത്തിന്റെ ഒരു സവിശേഷതയായിട്ട് കാണുന്നത്? പുള്ളിയുടെ ശൈലി എല്ലാം കൊണ്ട്. പ്രസംഗമൊക്കെ കേട്ടിട്ടുണ്ടോ നേരത്തെ? വലിയ ആൾക്കൂട്ടം ഈ മൂട് ജംഗ്ഷനിൽ BS VS-നെ വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇപ്പോൾ തിരുവനന്തപുരം പോകുമൂട് ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ബില്ല് നോക്ക് ബില്ല്, ഇത് എന്തൊരാൾക്കൂട്ടമാണ് എന്നുള്ളത്. ഈ നിൽക്കുന്നതിൽ പകുതിയിലധികം പേർക്കും അദ്ദേഹത്തെ ഒരു നോക്കെങ്കിലും കാണാൻ കഴിയുമോ എന്നുള്ളൊരു കാര്യമാണ്. അത്രമേൽ ജനക്കൂട്ടമാണ് പോകുമൂട് ജംഗ്ഷനിൽ VS-നെ കാണാനായിട്ടുള്ളത്. ഇത്രയും സമയമായും പോകുമൂട് വരെ എത്തിയിട്ടുള്ളൂ. ദർബാർ ഹാളിൽ നിന്ന് 2-2:30 മണിയോടുകൂടി ആരംഭിച്ച വിലാപയാത്രയാണ്. അത് ഇത്രയും സമയമായിട്ടും ഇപ്പോൾ 6 മണിയിലേക്ക് എത്തുന്നു. 4 മണിക്കൂർ കൊണ്ട് ഇത്രയും ദൂരം മാത്രമേ എത്താൻ കഴിയൂ. അതാണ് VS എന്ന് പറയുന്ന ആ ഒരു സമര നായകന് ജനങ്ങൾ നൽകുന്ന അന്ത്യാഭിവാദ്യം, ഹൃദയാഭിവാദ്യം. ഇനിയും ദൂരം എത്രയോ താണ്ടാനുണ്ട് VS-ന് ആലപ്പുഴയിലേക്ക് എത്തിച്ചേരാൻ. പോകുന്ന വഴിയിലൊക്കെയും ആളുകൾ കാത്തു നിൽപ്പുണ്ട്. നമ്മൾ ഇന്നലെ കേട്ടു തുടങ്ങിയതാണ് കണ്ണേ കരളെ VS ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവ്. അത് തന്നെയാണ് ആവേശം. ഒരു തരിമ്പ് പോലും കുറയാതെ ഹൃദയങ്ങളിൽ നിന്നും പ്രവർത്തകർ വിളിച്ചുകൊണ്ട് മുഴക്കിക്കൊണ്ടിരിക്കുന്നതും കാണാൻ നിൽക്കുന്നവരെല്ലാം കൂടെ കൂടി ഒരു വലിയൊരു സാഗരമായി തന്നെ ഉണ്ട് ഇപ്പോൾ ആ ഒരു ജനക്കൂട്ടം. കേരളത്തിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരുടെയും മികച്ച പ്രതിപക്ഷ നേതാക്കളുടെയും ഏറ്റവും മികച്ച കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരാളുടെയും ഒക്കെ ഉദാഹരണമായി നമ്മൾ VS-നെ ചൂണ്ടിക്കാണിക്കുമ്പോഴും VS-ന്റെ പാർലമെന്ററി ജീവിതം നമ്മൾ പറയുന്ന പോലെ ഒട്ടേറെ തിരിച്ചടികൾ കൂടി നേരിട്ടിട്ടുള്ളതായിരുന്നു. പലവട്ടം തിരഞ്ഞെടുപ്പുകളിൽ തോറ്റിട്ടുള്ള അദ്ദേഹത്തിന്റെ തോൽവിയോടെയാണ് തിരഞ്ഞെടുപ്പ് റെക്കോർഡിന് പോലും തുടക്കമാകുന്നത്. അങ്ങനെ ഈ സന്തോഷവും സങ്കടവും വിജയങ്ങളും പരാജയങ്ങളും ഒക്കെ ഇടകലർന്ന ഒരു സമര നായകനാണ്. അപ്പോഴും താൻ പരാജയപ്പെടുമ്പോഴും ഒക്കെയും സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിച്ച് സാധാരണക്കാർക്ക് വേണ്ടി ജീവിച്ച് സാധാരണക്കാരിൽ ഒരാളായി ഇരിക്കാൻ ആഗ്രഹിച്ച വ്യക്തിത്വം കൂടിയാണ് VS. അതാണ് ഈ പലരും പറയുന്നത്. ഇപ്പോൾ ബിന്നിലിപ്പം നമ്മളോട് സംസാരിച്ച പല ആളുകളും പറയുന്നുണ്ട് ഇനി ആരാ ഉള്ളത്? അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അസ്തമിച്ചു പോകുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ മറ്റ് നേതാക്കളില്ലാത്തത് കൊണ്ടോ അല്ല. VS-നെ പോലൊരു നേതാവ്, സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു നേതാവ്, അങ്ങനെ ഒരാൾ ഇനി ഉണ്ടാകുമോ എന്നൊരു ആശങ്കയാണ്. ഉറപ്പായും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എല്ലാവരുടെയും നേതാവായിരുന്നു VS എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. VS ഈ പറയുന്നത് പോലെ ഒരു രാഷ്ട്രീയം നോക്കി തൻ്റെ അടുത്തേക്ക് വരുന്ന ആളുകളെ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയുടെ ലോക്കൽ സെക്രട്ടറിയുടെ ശുപാർശക്കത്തുമായി വരുന്ന ആളുകളെ മാത്രം സഹായിച്ചു കൊണ്ടിരുന്ന ഒരു നേതാവല്ല. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളാണെങ്കിലും നമ്മൾ അങ്ങനെയുള്ള നേതാക്കളെയും കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു നേതാവേ ആയിരുന്നില്ല. VS-ന് ശരിയെന്ന് തോന്നുന്ന കാര്യത്തിൽ VS ഏതറ്റം വരെയും നിൽക്കും ആയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പാർട്ടിയെ പോലും അദ്ദേഹത്തിന്റെ പല ഇടപെടലുകളും പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളതും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന്റെ സ്നേഹവായ്പകൾ കൂടിയാണ്. സർക്കാരിനെതിരായിട്ടുള്ള BJP രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള പ്രചാരണമായിരുന്നു, പ്രസംഗമായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. പോയിന്റുകൾ ഈ പശു നിങ്ങളുടെ അമ്മയാണെങ്കിൽ കാള നിങ്ങളുടെ പിതാവാണോ എന്ന ചോദ്യം അദ്ദേഹം അതിലൊക്കെ ആവർത്തിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ
നേർക്കുനേർ അടുത്ത് നിന്ന് കേട്ടിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന് ശാരീരികമായിട്ട് വയ്യായിരുന്നു, അദ്ദേഹം വാർദ്ധക്യത്തിലായിരുന്നു, അദ്ദേഹത്തിന് തീരെ പറ്റുന്നില്ലല്ലോ എന്ന തോന്നൽ നമുക്കുണ്ടാകുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ അവിടേക്ക് എത്തിച്ച് മൈക്കിന് മുന്നിൽ നിർത്തിയതും പിന്നെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള സ്വതസിദ്ധമായ ശൈലിയിലുള്ള പ്രസംഗമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നതെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. തലനിരക്കല്ലൻ വൃദ്ധത്വം എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ ഒരിക്കലും തലനരച്ചതോ പ്രായം കൂടിയതോ ഒന്നും അദ്ദേഹത്തെ ബാധിക്കുന്ന കാര്യമേ അല്ലായിരുന്നു. അത് അദ്ദേഹത്തിന്റെ എല്ലാത്തരം യാത്രകളിലും എല്ലാത്തരം കാര്യങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യവുമായിരുന്നു അല്ലേ? നിശ്ചയമായിട്ടും വാർദ്ധക്യം എന്നത് അദ്ദേഹം മറ്റൊരു തരം ആയിട്ടാണ് അദ്ദേഹം ജീവിച്ചത്. വാർദ്ധക്യം എന്ന് നമ്മൾ അറിയുന്നത് എന്താണ്? വാർദ്ധക്യം എന്ന് വെച്ചാൽ കിടപ്പിൽ അല്ലെങ്കിൽ വലിയ വയ്യാത്ത ഒരു ജീവിതമാണല്ലോ. പക്ഷെ അദ്ദേഹം ഏറ്റവും ഒടുവിൽ വൃദ്ധനായിരിക്കുമ്പോൾ പോലും നമ്മൾ കാണുന്നത് അദ്ദേഹം അങ്ങേയറ്റം എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഫൈറ്റിന് ഇപ്പോഴും തയ്യാറാണ് എന്ന മട്ടിലുള്ള വി എസ് അച്യുതാനന്ദനായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിന്റെ സവിശേഷത. ഏതാണ്ട് 75 വയസ്സ് ഒക്കെ ആകുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നത്. അതും പോരാട്ടം നിറഞ്ഞ ഘട്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്ത് തന്നെയും അദ്ദേഹം ആ മട്ടിലൊരു ഫൈറ്റ് നടത്തുകയായിരുന്നു. എപ്പോഴും ഒരു പോരാളി എന്ന ഫീൽ, അതും വാർദ്ധക്യത്തിലെത്തിയപ്പോൾ പോലും വളരെ പോരാളിയായിട്ടുള്ള ഒരാൾ. ഇപ്പോൾ തന്നെ നോക്കൂ, അദ്ദേഹം ആശുപത്രിയിൽ കിടക്കുമ്പോൾ അദ്ദേഹം ഓരോ ദിവസവും വരുന്ന വീണക്കറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ മരണവാർത്ത എപ്പോഴാണ് വരിക എന്ന് നമ്മൾ വിചാരിച്ചു. ആ ഡോക്ടർമാർക്ക് തന്നെയും മെഡിക്കൽ ലോകത്തിന് തന്നെയും വലിയ അത്ഭുതത്തോടെയാണ് അദ്ദേഹം ഓരോ ദിവസവും കടന്ന് പോയത്. അപ്പം ഫൈറ്റർ എന്ന് പറയാവുന്ന ഒരു പോരാളി എന്ന് സമ്പൂർണ്ണമായിട്ട് വിളിക്കാവുന്ന ഒരു മനുഷ്യനാണ് വി എസ് അച്യുതാനന്ദൻ എന്ന് സമ്പൂർണ്ണമായിട്ട് ആളുകളെ മനസ്സിലാക്കിപ്പിച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത്. എനിക്ക് തോന്നുന്നു ഈ ആവേശം ഒട്ടും കുറയാതെയുള്ള ഈ മുദ്രാവാക്യം വിളി നിശ്ചയമായിട്ടും അദ്ദേഹത്തിന് അർഹിക്കുന്ന ഒരു ആദരവ് നൽകുകയാണ് ഈ ചെറുപ്പക്കാർ എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ ശബ്ദം താഴുന്നേ ഇല്ല.